തൃശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലും പാറളത്തും ഭരണം നേടി ബി.ജെ.പി. തിരുവില്ലാമലയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. ഭരണം പിടിച്ചപ്പോൾ പാറളത്ത് അട്ടിമറി നേട്ടമാണ് ഉണ്ടാക്കിയത്. അവിശ്വാസത്തിലൂടെ ഇടതു വലതു മുന്നണികൾ തിരുവില്ലാമല പഞ്ചായത്തിലെ ബി.ജെ.പി. ഭരണത്തെ പുറത്താക്കിയപ്പോൾ ജനങ്ങൾ ഇക്കുറി നൽകിയത് സ്ഥിരതയ്ക്കായുള്ള ഭരണത്തിനുള്ള ഭൂരിപക്ഷമാണ്. 19 സീറ്റുകളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുകളും നേടിയാണ് ബി.ജെ.പി. ഭരണത്തിലേറിയത്. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റായി കൃഷ്ണപ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അവിശ്വാസത്തിലൂടെ ഇടതു വലതു മുന്നണികൾ തിരുവില്ലാമല പഞ്ചായത്തിലെ ബി.ജെ.പി. ഭരണത്തെ പുറത്താക്കിയപ്പോൾ ജനങ്ങൾ ഇക്കുറി നൽകിയത് സ്ഥിരതയായുള്ള ഭരണത്തിനുള്ള ഭൂരിപക്ഷം. 19 സീറ്റുകളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുകളും നേടിയാണ് ബി.ജെ.പി. ഭരണത്തിലേറിയത്. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റായി കൃഷ്ണപ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. തിരുവില്ലാമല പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. ഭരണം നേടിയെങ്കിൽ പാറളം പഞ്ചായത്തിൽ ബി.ജെ.പിക്കുണ്ടായത് അട്ടിമറി നേട്ടമാണ്. യു.ഡി.എഫ്. അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ നറുക്കെടുപ്പില്ലാതെ ബി.ജെ.പിക്ക് പാറളം പഞ്ചായത്തിലേക്ക് വിജയിക്കാൻ സാധിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റായി അനിതാ പ്രസന്നൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. NDA 6, UDF 6, LDF 5 ഇങ്ങനെയായിരുന്നു കക്ഷിനില. കഴിഞ്ഞ 10 വർഷം NDA ഭരിച്ച അവിണിശ്ശേരി പഞ്ചായത്തിന്റെ ഭരണം നറുക്കെടുപ്പിൽ UDF-ന് ലഭിച്ചു. പ്രസിഡന്റ് സ്ഥാനം UDF-നും വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ NDA-യുടെ PN സുനിൽകുമാറിനും ലഭിച്ചു. ജനം, തൃശൂർ.